മുന്നിൽ ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ ഒരു ആൽബത്തിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ രേണു സുധി എന്ന ആ വ്യക്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരാളിനെ കുറിച്ചാണ് എൻ്റെ അടുത്ത് എല്ലാ ആൾക്കാരും ചോദിക്കുന്നത്. ആ രേണു സുധി എന്ന ആളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, ഭയങ്കര ജാടയല്ലേ, ആൾ അങ്ങനെയല്ലേ, ആൾ ഒരുമാതിരിയല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ആ വ്യക്തിയെ ഞാൻ കാണുന്നത്. ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പല ആൾക്കാരും പല രീതിയിലുള്ള കമന്റ് ഇടുമ്പോൾ ആ വ്യക്തി ആ ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത്. ആ വ്യക്തി അങ്ങനെയല്ല. ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം ഭയങ്കര കമ്പനി, ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ആൽബത്തിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഞാൻ പഠിച്ചൊരു പാഠമാണ്. കാരണം ഞാൻ ശരിക്കും ആ ചേച്ചിയുടെ പല വീഡിയോസും കാണാറുണ്ട്, ട്രോള് വീഡിയോ കാണാറുണ്ട്, ഇന്റർവ്യൂസ് കാണാറുള്ള ആളാണ്. അപ്പൊ അതിന്റെ താഴെ ഞാൻ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ അതിന്റെ താഴെ ഞാൻ കമന്റ് ബോക്സിൽ കമന്റാണ് നോക്കുക. അപ്പൊ പല തരത്തിൽ ആ ചേച്ചി അങ്ങനെയുള്ള കേസാണ്, പോക്ക് കേസാണ്, അതുപോലെ തന്നെ രേണു സുധിക്ക് ഒരു മാതിരിയാണ്, ക്യാരക്ടർ ശരിയല്ല, അവൾ പല ആൾക്കാരും അങ്ങനെ പല രീതിക്കുള്ള കമന്റുകൾ ഞാൻ കാണാറുണ്ട്. ഞാൻ ആ വീഡിയോ കാണുന്നൊപ്പം തന്നെ ആ കമന്റ് വായിക്കാതെ ചെയ്യാറ്. അപ്പൊ ഞാൻ വീഡിയോ ആ ചേച്ചി പറയുന്നത് കേൾക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ആ വീഡിയോസിൽ കമന്റുകൾ നോക്കിയിട്ട് ആ വ്യക്തിയെ വിലയിരുത്തുമായിരുന്നു. പക്ഷെ എനിക്ക് മൊത്തത്തിൽ ചേഞ്ച് വന്ന് ആ ചേച്ചി അങ്ങനെയല്ല ഗൈസ്. ഒരുപാട് അന്തരിച്ച മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി സമീപകാലത്തായി സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ സൈബർ ആക്രമണത്തിനാണ് ഇരയാകുന്നത്. സുധിയുടെ മരണത്തിന് ശേഷം അഭിനയ രംഗത്ത് രേണു സജീവമാണ്. എന്നാൽ രേണുവിൻ്റെ ചില റീലുകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനങ്ങളാണ് നേരിടുന്നത്. ഇപ്പോഴിതാ രേണുവിനൊപ്പം അഭിനയിച്ച പ്രതീഷ് പ്രകാശ് രേണുവിനെക്കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്.